സ്ട്രോക്ക് 2 രീതിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ ബ്ലഡ് സപ്ലൈ നിലച്ചു പോകുന്ന രീതിയിലുള്ള സ്ട്രോക്കും, ബ്രെയിനിലോട്ട് ബ്ലീഡ് ചെയ്യുന്ന സ്ട്രോക്കും. ആക്ച്വലി ബ്രെയിനിലോട്ട് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ബോംബ് പൊട്ടുന്ന പോലത്തെ എഫക്റ്റാണ്. ബ്രെയിനിലെ ബ്ലീഡ് ചെയ്ത ഭാഗം നശിക്കും, ആ ഭാഗത്തിന് ചുറ്റുമുള്ള ഭാഗം നശിക്കും. അതാണ് പ്രൈമറി ആദ്യത്തെ ഇവന്റ്. അത് കഴിഞ്ഞ് അടുത്ത ഇവന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രക്രിയ കാരണം അവിടെ നീര് വന്ന് വീർക്കും. ഞാൻ മനസ്സിലാകാൻ പറയുകയാണ്. ബ്രെയിൻ സ്വെല്ല് ചെയ്ത് ബ്രെയിന് നമ്മുടെ സ്കള്ളെന്ന് പറഞ്ഞ ഒരു അടച്ച പെട്ടിയാണ്. അതിനകത്ത് ബ്രെയിൻ സ്വെല്ല് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രഷർ കൂടും. ബ്രെയിനിലെ പ്രഷർ കൂടുമ്പോൾ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയും, ബ്രെയിനിൽ ഡാമേജ് വരാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് രക്തപ്രവാഹം നിലച്ചു പോകുമ്പോൾ വരുന്നത്. നിലച്ചു പോകുമ്പോഴും നിലച്ചു പോകുന്നതിൽ പെട്ടെന്നൊരു ബോംബ് പൊട്ടുന്ന എഫക്റ്റ് വരത്തില്ല. പക്ഷേ അവിടെ ഒരു ആൾട്രേഷൻ വരും, ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയും. ഏത് ഭാഗത്താണ് ബ്ലഡ് സപ്ലൈ നിലച്ചത് ആ ഭാഗത്തനുസരിച്ച് വീക്ക്നെസ്, സംസാരിക്കാൻ ശേഷി കുറവൊക്കെ വരും. പക്ഷേ ഈ രക്തപ്രവാഹം നിലച്ച ഏരിയയുടെ വോളിയം അനുസരിച്ച് വലിയ വോളിയം ആണെങ്കിൽ അവിടെയും ഇതുപോലെ നീര് വന്ന് വീർക്കും. ബ്രെയിനിലോട്ടുള്ള പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയും. ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴത്തേക്ക് ബ്രെയിനിൻ്റെ നോർമലായിട്ടുള്ള വയബിളായിട്ടുള്ള ഏരിയാസ് നശിക്കാൻ തുടങ്ങും. അപ്പോൾ സർജറിയുടെ മെയിൻ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ നീര് വന്ന് വീർത്ത് ബ്ലഡ് സപ്ലൈ കുറയുന്ന ബ്രെയിനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ളതാണ്. ബ്രെയിനിലെ നോർമൽ ഭാഗങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ളതാണ് നമ്മുടെ സർജറിയുടെ മെയിൻ ഉദ്ദേശം. അപ്പം ബേസിക്കായിട്ട് സീരിയസ് ആയിട്ട് വരുന്ന പേഷ്യൻസുകൾ, അപ്പം കോൺഷ്യസ് ആയ പേഷ്യൻ്റ് ആണെങ്കിൽ ബ്രെയിനിൽ നീർക്കെട്ട് കാണത്തില്ല. അൺകോൺഷ്യസ് ആയ പേഷ്യൻ്റ് ആണെങ്കിൽ മെജോറിറ്റി ഓഫ് ടൈം നീർക്കെട്ട് കൂടുതലായിരിക്കും. കോൺഷ്യസ് ആയ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയി തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നീർക്കെട്ട് കൂടി വരികയാണെന്നുള്ളതാണ്. ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. അതുപോലെ തന്നെ വീക്ക്നെസ് ഇല്ലായിരുന്ന പേഷ്യൻ്റ് വീക്ക്നെസ് കൂടുകയാണെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ട് എൻലാർജ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ആ രക്തപ്രവാഹം നിലച്ച ഏരിയ എൻലാർജ് ചെയ്യുമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ യൂഷ്വലി സർജറി ചെയ്യുന്നത്. സർജറിയുടെ അഡ്വാൻസ്മെൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏത് പേഷ്യൻ്റാണ് നീർക്കെട്ട് കൂടുതലെന്ന് അറിയാൻ പാടാണ്. പലതരം ക്രൈറ്റീരിയ ഉണ്ട്, പക്ഷേ എപ്പോഴും അത് ശരിയാകണമെന്നില്ല. നമ്മൾ നോക്കുന്നത് പേഷ്യൻറ്റിൻ്റെ സെൻസോറിയം, അതായത് ഗ്ലാസ്കോ കോമ സ്കോർ എന്ന് പറഞ്ഞൊരു സെൻസോറിയം ഉണ്ട്, ബോധത്തിൻ്റെ ലെവൽ. പിന്നെ വേറെ നോക്കുന്നത് കണ്ണിലെ കൃഷ്ണമണികളുടെ റിയാക്ഷൻ, അതൊക്കെയാണ് നോക്കുന്നത്. പലപ്പോഴും ഇതൊക്കെ മോശമാകുന്നത് ഒരു വളരെ സീരിയസ് സ്റ്റേജ് എത്തിയിട്ടായിരിക്കും ചിലപ്പം പെട്ടെന്ന് ബാഡാകുന്നത്. അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്കിപ്പം ഇൻട്രാക്രീനിൽ, അതായത് ബ്രെയിനിലെ പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള ആധുനികമായ സൗകര്യമുണ്ട്. അത് ചെറിയൊരു നൂല് പോലെയുള്ളൊരു സാധനം ബ്രെയിനുള്ളിലോട്ട് കടത്തി കഴിഞ്ഞാൽ ബ്രെയിനിലെ പ്രഷർ അറിയാൻ പറ്റും. പ്രഷർ എപ്പോഴാണ് കൂടാൻ പോകുന്നത് അറിയാൻ പറ്റും, ട്രെൻഡ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് മുൻകൂട്ടി കയറി അടിക്കാൻ പറ്റും, മുൻകൂട്ടി ഈ പേഷ്യൻ്റ് ഇങ്ങനെയുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റും. രണ്ടാമത്തെ ഇതിനുള്ള സർജറി എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ തലയൊട്ടി ഇളക്കി മാറ്റിയിട്ട് ബ്രെയിനിലെ പ്രഷർ കുറയ്ക്കുന്ന സർജറിയാണ് ഒരെണ്ണമുള്ളത്. വേറൊന്ന് നമ്മുടെ അതിൽ ഈ ബ്രെയിനകത്തെ ക്യാവിറ്റീസ് ഉണ്ട്, വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അവിടുന്ന് ഫ്ലൂയിഡ് വലിച്ചെടുത്ത് കളയുന്ന, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യുന്ന വെൻട്രിക്കുലർ ഡ്രെയിനേജ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ്. എല്ലാ പ്രൊസീജിയേഴ്സും, സർജിക്കൽ പ്രൊസീജിയേഴ്സും അതായത് നശിക്കാൻ പോകുന്ന ബ്രെയിനിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, മിനിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്.